ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഉച്ചഭക്ഷണം എന്തൊക്കെയാണെന്ന് നോക്കാം. അരിക്ക് വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു. അരി കഴുകിയിട്ടതിന് ശേഷം രാവിലെ മീനും കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല കൊഴിയാളയും കോന്നോത്തോലിയാണ് കിട്ടിയത്. അത് വൃത്തിയാക്കി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു ജാറെടുത്ത് അതിൽ ആവശ്യത്തിന് തേങ്ങയിട്ട് ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് പുളിയും ഇട്ട് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക. ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് അരച്ച് വച്ചിരിക്കുന്ന മസാലയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കുക. ഗ്യാസ് ഓണാക്കി കറി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം വൃത്തിയാക്കി വച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇളക്കി കറി അടച്ച് വയ്ക്കുക. കറി നന്നായിട്ട് വെന്തതിന് ശേഷം വേറൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഉലുവയും കറിവേപ്പിലയും താളിച്ച് കറിയിലേക്ക് ഒഴിക്കുക. കുറച്ച് വെണ്ടക്ക മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടാക്കുക. അതിൽ കുറച്ച് ആവശ്യത്തിന് വെണ്ടയ്ക്കയും എടുത്ത് കടുകും കറിവേപ്പിലയും താളിച്ച് അതിലേക്ക് ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും ചേർത്ത് വെണ്ടക്കായും ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വേവിക്കുക. കുറച്ച് നേരത്തിന് ശേഷം അടപ്പ് തുറന്ന് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. അതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഓഫാക്കുക. ഇനി കുറച്ച് മീനും കൂടെ വറുത്താലോ. നല്ല നൊത്തോലി ഫ്രൈ. എണ്ണ ഒഴിച്ച് മസാല പുരട്ടിയ ആ നൊത്തോലിയും ഇട്ടതിന് ശേഷം ഫ്രൈ നന്നായിട്ട് പാകമായതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി സെർവ് ചെയ്യുക. ഒരു പാത്രമെടുത്ത് ആവശ്യത്തിന് ചോറിട്ട് കുറച്ച് നത്തോലി ഫ്രൈയും വെച്ച് മെഴുക്ക് പുരട്ടിയും വെച്ച് ആവശ്യത്തിന് മീൻ കറി ഒഴിക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നാളെ വേറെ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ബായ്.